ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള ഭാഗങ്ങളിൽ സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. വചനം പറയുന്നു, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. നന്മ ചെയ്യാതെ, നീതി പ്രവർത്തിക്കാതെ അവരവരുടെ വഴിയെ നടക്കുന്നവരെക്കുറിച്ച് വചനം പറയുന്നു, അവർ സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവഭയം നമുക്കുണ്ടാകണം. സമാധാന മാർഗത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവുണ്ടാകണം. ഗിരിപ്രഭാഷണത്തിൽ യേശു പറയുന്നുണ്ട്, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ വർത്തമാനത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ ഒരു കൂട്ടർക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സമാധാനം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആ സമാധാന മാർഗം എന്താണെന്നറിയാത്തൊരു വ്യക്തിക്ക് സമാധാനം കൊടുക്കാൻ കഴിയത്തില്ല. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ്. അപ്പം അത് ഉണ്ടാക്കുവാൻ, ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുവാൻ ആ മാർഗം എന്താണെന്നറിയണം. പ്രിയരെ, ക്രൂശിലല്ലാതെ ഒരു സമാധാനമില്ല, ക്രൂശിലല്ലാതെ ഒരു സ്വസ്ഥതയില്ല. വചനം പറയുന്നു, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. അപ്പോൾ അനീതി പ്രവർത്തിക്കുന്നവരുടെ ദൃഷ്ടിയിൽ എന്തില്ല? ദൈവഭയമില്ല. ഈ സന്ദേശം കേൾക്കുമ്പോൾ, ജീവിതത്തിൻ്റെ യാത്രയിൽ ഈ ലോകത്തിൽ തിടുക്കത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് സമാധാനം ഉണ്ടാകണം, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ കഴിയണം. 2, ദൈവഭയം നമുക്കുണ്ടാകണം, മറ്റുള്ളവർക്ക് ദൈവഭയം ഉണ്ടാകുവാൻ തക്കവണ്ണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരോട് സംസാരിക്കാൻ കഴിയുമ്പോൾ അവരോട് പറയണം, ദൈവമുണ്ട്, ദൈവഭയമുണ്ടാകണം. അനീതിയിലേക്ക് നടക്കുന്ന, നീതി വിട്ടൊഴിഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടത്തെ ഈ ക്രിസ്തുവിന് വേണ്ടി നേടിയിട്ട് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് ഒരു കൂട്ടത്തെ കൊണ്ടുപോകാൻ, ദൈവഭയമുള്ള, സമാധാനമുണ്ടാക്കുന്ന ഒരു കൂട്ടത്തെ കൊണ്ടുപോകുവാൻ ദൈവകൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.